ഹലോ, എന്തെടുക്കുവാണോ എല്ലാവരും? രാത്രിയൊക്കെ ആയി, സമയം 8:30 ആകുമ്പോഴൊക്കെ ആറായി. ഉച്ചയ്ക്ക് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കറി വെക്കാനൊന്നും ഇല്ലായിരുന്നു. ഇന്നലത്തെ ചക്കയുടെ തുള്ളി ചകണി അത് പിരിപ്പുണ്ടായിരുന്നു. എനിക്ക് നേരെ ഇല്ലെങ്കിൽ അത് വെച്ചില്ല. വേറെ എളുപ്പം വെക്കാനുള്ള ഒന്നും ഇല്ലായിരുന്നു താനും. ചെറുക്കൻ എന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പറമ്പിൻ്റെ അവിടെ വഴി ശരിയാക്കാൻ JCB വന്ന് അവന് പോയേക്കുമായിരുന്നു. അവനോട് മോനെ ഇച്ചിരി പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വേണം മോനെ, തേങ്ങായും വേണം, നമുക്ക് തേങ്ങായും ഒന്നുമില്ല എന്ന് അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ മേടിച്ചോണ്ട് വരാമേന്ന് പറഞ്ഞു. ഇപ്പോൾ വന്നപ്പം കുറച്ച് പച്ചക്കറിയും കൊണ്ടാണ് വന്നത്. തേങ്ങ എടുത്ത് ഇങ്ങോട്ട് വെച്ചു. തേങ്ങയ്ക്ക് തന്നെയാണ് 90 രൂപ ഒരു കിലോയ്ക്ക് എന്ന് പറയുന്നത് കേട്ടു. എനിക്കറിയത്തില്ല എന്തൊക്കെയാ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. നിങ്ങൾ കണ്ടത് എത്ര രൂപയാണെന്നൊന്നും അവനോട് ചോദിക്കാൻ പറ്റത്തില്ല. ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മ തരുമോ പൈസ, പിന്നെ എന്തിനാ അമ്മ വില അറിയുന്നത്? എന്നാൽ ഇതേ ചെറിയ തേങ്ങ കണ്ടോ, എന്നെ ഉണ്ട് തേങ്ങയുടെ വലിപ്പമൊക്കെ കണ്ടോ, കൊച്ചു തേങ്ങയ, 5 തേങ്ങയുണ്ട്. പിന്നെ ഇത്രയും സാധനം, കൊച്ചുള്ളി, കിഴങ്ങ്, സബോള ഏറെ ഉണ്ട് ഞങ്ങൾക്ക്. സവോള ഞങ്ങൾക്ക് കുറേ നാളത്തിനുണ്ട്. പിന്നെ കൂർക്ക, ഇത് നമ്മൾ തീയലും വെക്കും, മെഴുക്കുവരട്ടിയും വെക്കും. കൂർക്ക തീയലും മെഴുക്കുവരട്ടിയും വെക്കും. പിന്നെ പയർ കുറച്ചെടുത്തിപ്പോൾ നമ്മൾ എടുത്ത് ഞാൻ പെട്ടെന്ന് ഒരു കറിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി എടുത്തു. പിന്നെ പാവയ്ക്ക, ഇത് ബീൻസ്, അത് കുറച്ച് ഞങ്ങൾ മേടിച്ചോളൂ, 1/4 കിലോ മേടിച്ചോളൂ ബീൻസ്. പിന്നെ കോവയ്ക്ക, ഇത്ര സാധനമൊക്കെ കൊച്ചു മേടിച്ചുകൊണ്ട് വന്നേക്കാൻ. മോനെ ഇടാ വിലയൊന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും സാധനം മേടിച്ചു തന്നാൽ എനിക്ക് അതിൻ്റെ വില അറിയണം മോനെ. എന്നുവെച്ചാൽ പച്ചക്കറി കൂടെ ഉണ്ടാകും. ഇപ്പം നമുക്കെല്ലാം പോയി, ഇവിടെ നിന്ന് എല്ലാം പോയി, ഒന്നുമില്ല, എല്ലാ പച്ചക്കറിയും പോയി. ഞാനും തൊട്ട് ഉണ്ടാക്കി വെക്കണം നമുക്ക്. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇച്ചിരിയൊക്കെ ഇരിപ്പുണ്ടാവുകൊണ്ട് അത് മേടിച്ചില്ല. ഇതെല്ലാം കാശ് മുടക്കാണ്ടേ. മോനെ ഒന്ന് പറയാമോ എത്ര രൂപയെന്ന്? അമ്മയോട് പറയത്തില്ല, അമ്മയ്ക്ക് അത് അറിഞ്ഞിട്ട് എന്തിനാന്ന് ചോദിച്ചോണ്ട് എൻ്റെ നേരെ വെച്ച് വെക്കും. പിന്നെ ഇതെല്ലാം കൂടെ മേടിച്ചുകൊണ്ട് വന്നത്, അതിൻ്റെ കൂടെ ഈ മസാല കൂട്ടി, ഇത് ഞങ്ങൾ ഇന്നാൾ ആലപ്പുഴയ്ക്ക് പോയപ്പോൾ മേടിച്ചായിരുന്നു. അത് അവൻ അറിഞ്ഞില്ല, അവൻ കാണാതെ അത് ഞങ്ങൾ മേടിച്ചു 100 രൂപയുടെ സാധനം. അതെന്താ മോനെ? അത് 100 രൂപയ്ക്ക് മേടിച്ചു. ഏറെ കിട്ടിയായിരുന്നു 100 രൂപയ്ക്ക്. ഏറെ കിട്ടി നമ്മൾ പറയുന്നത് ഇത് നമ്മളന്ന് ആലപ്പുഴയ്ക്ക് ഞങ്ങൾ പോയപ്പോൾ അവിടെ ഇവിടുന്ന് അതിനകത്ത് നമ്മൾ മേടിച്ച സാധനം ഇതെല്ലാം കൂടെ കൂടിയുള്ള സാധനമുണ്ടോ, എല്ലാം കൂടെ 100 രൂപയ്ക്കാണ്. എല്ലാം കൂടെ 100 രൂപയ്ക്ക് മേടിച്ചു. അങ്ങനെ ഇതെല്ലാം ഇരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു വില ഒന്ന് എടുത്ത് എത്രയാണെന്ന് എന്നോടൊന്നും എത്ര രൂപയായി കാണും ഏട്ടാപോനെന്നൊന്ന് പറയാവോ? അതെ, നിങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഇത്രയും സാധനം മേടിക്കുമ്പോഴത്തേക്കും എത്ര രൂപയാകുമായിരിക്കും ഏകദേശം ഒന്ന് പറയാമോ? ഉള്ളിയുടെ വിലയൊക്കെ നമ്മളിങ്ങനെ എല്ലാം പോയി മേടിക്കും, ഒന്നിച്ച് മേടിക്കണം, എനിക്കൊന്നും ആ വില അറിയത്തില്ല. നിങ്ങൾ പറയാം. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ എല്ലാവരും പോയി ചോറിട്ട് കേൾക്കണം, തുടങ്ങാൻ